എടാ ജോയലെ, നീ അച്ഛനെ വിളിച്ചോണ്ട് വന്നില്ലേ? അച്ഛനല്ലേ ഇതേ ഇരിക്കുന്ന. ഇതിന് മധുരമില്ലല്ലോ. ഇവന്മാരോടാരാ പറഞ്ഞേ എനിക്ക് ഷുഗറുള്ള കാര്യം? ആ ഇനി പോകുമ്പോ കുറച്ച് ലഡ്ഡും ജിലേബിയൊക്കെ എടുത്തോണ്ട് പോണം. എന്റെ കർത്താവേ, എന്റെ ഒരു അവസ്ഥയെ ഈ പണ്ടാര അസുഖം വന്നതിന് ശേഷം പാത്ത മനസ്സിന് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കുന്നു. എന്നതാട്ടൊക്കെ സ്തുതിയൊന്നും ഇല്ലേ? ഓ, നമ്മൾ തമ്മിൽ അങ്ങനെ കാണോ അച്ചോ? ആ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടാന്നേ. ആ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ വിശേഷമൊക്കെ പറ. ഓ, നമുക്ക് എന്ത് വിശേഷം? അങ്ങനെയൊക്കെ അങ്ങ് പോണു. ആലിസേ, ഒന്നിലേലും ഞാനൊരു വൈദികനാണ്. ഓ, ഒരു പള്ളിയിലച്ഛൻ വന്നേക്കണ്. നീ എനിക്ക് അപ്പോഴും ഇപ്പോഴും ആ പഴയ പാക്കരം തന്നെയാ. നിന്റെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ. അല്ല, നിന്റെ കെട്ടിയനെവിടെ? അങ്ങേര് അവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നേരത്തെ പരിചയമുണ്ടോ? നീ എന്തുവാടി ഈ കൊച്ചെ ചോദിക്കുന്നേ? ദേ, ഈ ഇരിക്കുന്നവനില്ലേ, അവനാണ് എന്റെ ഒരേ ഒരു കളിക്കൂട്ടുകാരൻ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ശരിക്കും? ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് ഈ പൊട്ടനായിട്ടുള്ള കൂട്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത വീടായിരുന്നു. സ്കൂളിലും കോളേജിലൊക്കെ ഞങ്ങൾ തന്നെയാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട്സ്. കാണുന്ന പോലെ ഒന്നല്ല, വെറും മണ്ടനായിരുന്നു അന്നിവൻ. വായ തുറന്ന മണ്ടത്തരം മാത്രം പറയുള്ളൂ. അവനാണ് ഇപ്പൊ പള്ളിയിൽ അച്ഛനായ. രസേ, നിനക്കറിയോടി ഇവൻ എന്തിനാ പള്ളിയിൽ അച്ഛനായെന്ന്? ഇല്ല. അത് ഇവൻ ആരോ തേച്ചിട്ട് പോയി. അതിന്റെ പ്രതികാരം തീർത്തതാ അവൻ പള്ളിയിൽ അച്ഛനായിട്ട്. അച്ഛനോ? ആന്നേ, എന്റെ കെട്ട് കഴിഞ്ഞ ശേഷം എനിക്ക് ഇവനെ അധികം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു ദിവസം കണ്ടപ്പോഴാ പറയണേ ഇവൻ സെമിനാരിയിൽ ചേർന്നു. കാരണം ചോദിച്ചപ്പോഴോ തേപ്പ് കിട്ടിയതിന് പ്രതികാരം വീട്ടാനാന്ന്. പക്ഷെ ഇതുവരെ അതാരാന്ന് ഇവൻ എന്നോട് പറഞ്ഞിട്ടില്ല. ആ, എന്തായാലും അവളായിരിക്കും ഈ ലോകത്തിൽ ഏറ്റവും വലിയ മണ്ടി അല്ലേ? എന്റെ ഈ തങ്കക്കുടം പോലത്തെ ചെക്കനെ ഇട്ടേച്ച് പോകുമോ? എന്നാടി വെറുതെ ഓരോ കഴിഞ്ഞ കാര്യമൊക്കെ പുറത്തെടുക്കാൻ നിൽക്കുന്നത്? അതിനെന്നാപ്പോ ഇതൊക്കെ ഇവരറിയുന്നുണ്ട്. ഓ, ഞാൻ ഇത്രയും ദിവസം ഉണ്ടാക്കിയ ഇമേജ് മൊത്തം നീ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ. ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഞാൻ എന്റെ കടമ ചെയ്തു. അമ്മച്ചി ഇവിടെ ഇരിക്കുവായിരുന്നോ? അപ്പൻ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ആടി, ഞാൻ ദേ പോയി. എടാ പാക്കര, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അങ്ങേരുടെ അടുത്ത് പോട്ടെ. എടിയേ, സീനിയറിനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. ഇവന്റെ ഒരു കാര്യം നീ ഇപ്പോഴും ആ വിളി നിർത്തിയില്ലേടാ? അയ്യോ, ഞാനില്ലേ പണ്ടൊരിക്കൽ പേര് വിളിച്ചതിന് എന്നെ കോളേജ് മുഴുവൻ ഓട്ടിച്ചിട്ട് അടിച്ച ആളാ. ഈ പ്രായത്തില് ഓടാനുള്ള ത്രാണി ഇല്ലാവേ. എന്നതാട്ടെ കൊച്ചേ, ഒരു അർത്ഥം വെച്ചുള്ള ഒരു നോട്ടം. സത്യം പറച്ചോ, ശരിക്കും അച്ഛന് തേപ്പ് കിട്ടിയോ? അത് ചിലരൊക്കെ വിശ്വസിപ്പിക്കാനുണ്ടാക്കിയ കെട്ടുകഥയല്ലേ? കെട്ടുകഥയോ? കള്ളൊന്നും പറയണ്ട അച്ചോ. അച്ഛന് ആലിസമ്മച്ചിയെ ഇഷ്ടമായിരുന്നല്ലേ? നിന്നോട് ഇതാര് പറഞ്ഞു? അപ്പൊ അതാണ് കാര്യം. എന്നോടാരും പറഞ്ഞതല്ല, ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ. ആ, ഇനി സ്റ്റോറി പോരട്ടെ. എന്ത് സ്റ്റോറി? അതിന് മാത്രം സ്റ്റോറി ഒന്നുമില്ല. ആലിസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട് അടുത്തടുത്തായിരുന്നു. ഞങ്ങള് ചെറുപ്പം മുതൽ ഒരുമിച്ച. എന്തിനും ഒരുമിച്ചായിരിക്കും. അന്ന് ആലിസായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ തന്നെ സുന്ദരി. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവളെ കാണാൻ. പക്ഷേ എനിക്കിഷ്ടം അവളുടെ നിർത്താതുള്ള സംസാരവും കൂട്ടിത്തരുവാ. ഞാൻ പഠിക്കുമ്പോഴാ എനിക്ക് അവളോട് ഇഷ്ടം തോന്നുന്നത്. ജോയലിന്റെ ഭാഷയിൽ പറഞ്ഞ യൂഫോറിയ. ഇന്നത്തെ പോലെയൊന്നും അല്ല അന്ന്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. എനിക്ക് അവളോട് എന്റെ ഇഷ്ടം പറയാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോകുമെന്നുള്ള പേടിയാ. അതുകൊണ്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് പറയാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങള് രണ്ടും പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കോളേജിലെത്തി. അവിടെന്നാ എല്ലാം മാറി മറിഞ്ഞ്. ഞങ്ങളുടെ സീനിയർ ആയിരുന്നു തോമസ്, ജോയലിന്റെ മുത്തശ്ശൻ. എല്ലാ കോളേജിലും കാണുമല്ലോ ഒരു ഹീറോ. ഞങ്ങളുടെ കോളേജിലെ ഹീറോ ആയിരുന്നു തോമസ്. കോളേജിലെ പെൺകുട്ടികളുടെ മനസ്സ് മുഴുവൻ തോമസ് കീഴടക്കിയപ്പോ തോമസിന്റെ മനസ്സ് കീഴടക്കിയത് ആലിസ് ആയിരുന്നു. പിന്നെ അവരുടെ പ്രണയകാലമായിരുന്നു.
എനിക്കെല്ലാം മാറി നിന്ന് കാണാൻ മാത്രമേ സാധിച്ചുള്ളൂ. അതിനുശേഷം വർഷം കുറെ പോയിട്ടും എനിക്ക് അവളെ മറക്കാൻ പറ്റിയില്ല. വേറെ ആരെയും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോഴാ ഞാൻ ഈ തിരുവസ്ത്രം അണിയാൻ തീരുമാനിച്ചത്. ആ, ഇത്രയേ ഉള്ളൂ എന്റെ തേപ്പ് കഥ. അച്ഛനോട് എനിക്ക് റെസ്പെക്ട് തോന്നുക, എന്നാലും ഒരിക്കൽ പോലും പ്രണയം തുറന്നു പറയാൻ തോന്നിയില്ലേ? തോന്നിയപ്പോഴേക്കും ഒത്തിരി വൈകിയിരുന്നു. എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാടുവാ. ആരോടെങ്കിലും ഇഷ്ടം തോന്നിയ അത് ഉള്ളിൽ തന്നെ വെച്ച് നടക്കാതെ എത്രയും പെട്ടെന്ന് പറയാൻ നോക്കണം. ഇല്ലേ ജീവിതകാലം മുഴുവൻ അത് പറയാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് പക്ഷാത്തപിക്കേണ്ടി വരും. അത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പുകച്ചിലായിരിക്കുന്നേ. എടി ടെസ്, ആ അച്ചോ, നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? വാ, കേക്ക് കട്ട് ചെയ്യാൻ സമയമായി. അപ്പച്ചന്റെ കൊച്ചിങ് വന്നേ. ഇപ്പോഴാണോ പപ്പ വരുന്നത്? എല്ലാരും പപ്പയെ അന്വേഷിച്ചു. തിരക്കായി പോയടി. ഓ, എന്ത് തിരക്കായാലും സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ മാറ്റി വെക്കണമെന്ന് അറിയില്ലായോ? നിന്റെ പിണക്കം മാറിയില്ലേ ഇനിയും? നമുക്കാരോടും പിണക്കില്ലേ? ഒരാഴ്ചയായി ഇതേ അവസ്ഥ. വേഗം പോയി സോൾവ് ആക്കാൻ നോക്ക് പപ്പ. ആ, നീ കൊച്ചിനെ പിടിച്ച് ഞാൻ പോയി സോൾവാക്കിട്ട് വരാം. ഇച്ചാനായിരുന്നു, ഞാൻ പേടിച്ചു പോയി. ഇതൊക്കെ ഒരു രസമല്ലേ? രസമല്ല, സാമ്പാറ്. പോരാ പോരാ, നീ ഇനിയും ഡെവലപ്പ് ആകാനുണ്ട്. ജാംബവാന്റെ കാലത്തെ ചളികളിൽ നിന്നും ന്യൂ ചളികൾ പറഞ്ഞു തുടങ്ങും മിസ് ടെസ മറിയ ജോൺ. അല്ല, ഇപ്പൊ ഇച്ചായൻ എന്താ വേണ്ടേ? എന്നെ ചൊറിയാനാണോ ഇവിടെ പിടിച്ചു നിർത്തിയേ? എന്നാ ഇത് തരാനാ. ഇതെന്താ? ആ, അതിന്നലെ മാളി പോയപ്പോ ഒരു ഡ്രസ്സ് കണ്ടു. അത് കണ്ടപ്പോ നിനക്ക് ചേരുന്നു തോന്നി, അതുകൊണ്ട് നിനക്കതങ്ങ് മേടിച്ചു. ശരിക്കും? എനിക്കോ? താങ്ക് യു ചായ. ഇപ്പൊ എന്താ സംഭവിച്ചേ? അവളെന്തിനാ കിസ് ചെയ്ത്? ചിലപ്പോ ഫ്രണ്ട്ലി കിസ് ആയിരിക്കും. ഭാഗ്യം ആരും കണ്ടില്ല. ഞാൻ കണ്ടല്ലോ. ഈ കുരിപ്പ് ഇത് എവിടെ നിന്ന് വന്ന്? ഞാൻ കണ്ടല്ലോ, ടെസാന്റെ ഇളയപ്പന് ഉമ്മ തരുന്നത്. വെടിക്കൂരിട്ടെ, പതിയെ പറ, ആരെങ്കിലും കേട്ടാ തെറ്റിദ്ധരിക്കും. നിങ്ങൾ തമ്മിൽ ലവ് ആണോ? ഇതൊക്കെ ആരാ നിന്നെ പഠിപ്പിച്ചേ? ഈ പ്രായത്തിൽ ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ അവള്? അതിനെന്താ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്തിന് LKG B പഠിക്കുന്ന രേഷ്മയുടെ ലവാ. കർത്താവേ, ഈ പിള്ളേരൊക്കെ ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇതുങ്ങളൊക്കെ വലുതാകുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഓർക്കാൻ കൂടി വയ്യ. എന്റെ പൊന്നക്കൂസേ, നീ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. ഞങ്ങള് ലവ് ഒന്നും അല്ല. അപ്പൊ
എന്തിനാ ഉമ്മ തന്നെ? അത് അക്കൂസിന്റെ മമ്മിയും പപ്പയും ഉമ്മ തരാറില്ലേ? ടെസാൻഡി അക്കൂസിന് ഉമ്മ തരാറുണ്ടല്ലോ, അതുപോലെ ഇത്, വേറൊന്നുമില്ല. ഓ അങ്ങനെയാണല്ലേ. നീ ഇതാരോടും പറയല്ലേ. എന്താ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരണം. മുതലെടുക്കുകയാണല്ലേ സജി. ഐസ്ക്രീം എങ്കിലും ഐസ്ക്രീം വാങ്ങിച്ചു തരാം, ആരോടും പറയണ്ടാട്ടോ. എന്താ പാപ്പ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ആ ഒരു കാര്യമുണ്ട്, ടെസമോള് കൂടി വരട്ടെ. എന്താ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? എല്ലാരും ഉണ്ടല്ലോ. ആ നീ വന്നോ? നീ ഇങ്ങോട്ട് വന്നിരുന്നേ. മോനെ ജോയലെ, നീ ഇവിടെ ഇരുന്നേ. ആ ഇരുന്നു. ഇനി എന്താ കാര്യം എന്ന് പറയാവോ? കാര്യം ഇത്രയേ ഉള്ളൂ, ഞങ്ങള് നിങ്ങളുടെ കെട്ടങ്ങ് ഉറപ്പിച്ചു. അപ്പ ആരോട് ചോദിച്ചിട്ടാ? ജോയലെ മതി, എനിക്ക് നിന്റെ കെട്ടുറപ്പിക്കാൻ ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു കാലമായി കല്യാണക്കാരൻ പറയുമ്പോ അവൻ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഞാൻ നീ പറഞ്ഞതുപോലെ നിനക്ക് നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുട്ടിയെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ 3 വർഷം സമയം തന്നില്ലേ? എന്നിട്ട് നിനക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചോ? ഇല്ലല്ലോ. ഇനി ഞങ്ങൾ പറയുന്ന പെൺകുട്ടിയെ നീ അങ്ങ് കെട്ടും. നിന്റെയും ടെസമോളുടെയും മനസ്സമ്മത ഈ വരുന്ന ഞായറാഴ്ച. ഇനി ഇതെങ്ങാനും മുടക്കാനാണ് മോന്റെ വിചാരമെങ്കിൽ അതങ്ങ് മറന്നേക്ക്. നിനക്കെന്നെ അറിയാലോ ജോയലെ, ഞാൻ പറയുന്നത് അനുസരിച്ചാ നിനക്ക് നല്ലത്. తెల్లవారే వెలుగు రేఖలా పచ్చ పచ్చ పచ్చి మట్టి బొమ్మలా అల్లి పిల్లి వెన్న పాల నురగలా అచ్చ తెలుగు ఇంటి పూల కొమ్మలా దేవదేవుడే పంపగా ఇలా దేవతే మా ఇంట అడుగే పెట్టెనంట బ్రహ్మ కళ్ళలో కాంతులే మా అమ్మలా మా కోసం మహిళని పడేనంట. తెల్లవారే వెలుగు దిగలా పచ్చ పచ్చ పచ్చి మట్టి బొమ్మలా. എടി ചേച്ചി, എനിക്ക് എന്തോ പോലെ. എന്തുവാടി, നീ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ജോലിച്ചതിന് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഇല്ലാത്ത പോലെ. അത് നീ കാര്യമാക്കണ്ട, അതൊക്കെ കെട്ട് കഴിഞ്ഞാൽ മാറിക്കോളും. എന്നാലും ഞാൻ ഇച്ചായനോട് പറയാൻ പോകുമോ? എന്തോന്ന്? എന്റെ ഇഷ്ടം ഇച്ചായൻ റിജക്ട് ചെയ്യുന്നറിയാം, എന്നാലും കെട്ടിന് മുന്നേ എന്റെ ഇഷ്ടം ഇച്ചായനെ എനിക്ക് അറിയിക്കണം. ആ നീ എന്തായാലും പറയാൻ നോക്ക്. ചിലപ്പോ അവന് മാറ്റം ഉണ്ടെങ്കിലോ. അല്ല, എന്നാ പറയാൻ പോണേ? നാളെ പറയാ. ഇവളെന്താ ഫോൺ എടുക്കാത്തെ? ആ ചിലപ്പോ പള്ളിക്കകത്തായിരിക്കും. യൂഫോറിയ.
മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ? അല്ല, പള്ളിയുടെ പുറത്ത് നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോ വന്നതാ. ഞാൻ പാട്ട് കേട്ടപ്പോ ആരാന്നറിയാൻ. അതിന് അകത്ത് കയറി നോക്കിയാ പോരെ? അത് ശരിയാകില്ല. അച്ഛൻ കണ്ടാ പിടിച്ചു കുമ്പസരിപ്പിക്കും. ഓ, നല്ല പ്രാർത്ഥനയും ഭക്തിയുള്ള ആളാല്ലേ. അധികം ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാതെ വേഗം പോകാൻ നോക്ക്. എടോ, തന്റെ പേരെന്താ? എന്റെ പേര് ലിസ. ഞാൻ ജോയൽ. ആ, കണ്ടതിൽ സന്തോഷം. എന്നാ ഞാൻ അങ്ങോട്ട് പോകാണേ. ലിസ, എടോ, അവിടെ കുറച്ചു മുന്നേ പാടിയില്ലേ, അതാരാ? തനിക്കറിയാവുന്ന കുട്ടിയാണോ? ആ, അറിയാവുന്ന കുട്ടിയാ. എന്റെ ഫ്രണ്ട് അവള്. എന്തേ? ആ കുട്ടിയുടെ പേരൊന്ന് പറയാവോ? ബുദ്ധിമുട്ടാകില്ലേ ഇൻസ്റ്റ ഐഡി കൂടെ? എന്നാ ഇൻസ്റ്റ മാത്രം ആക്കണ്ട, ഞാൻ അവളുടെ നമ്പറും വീട്ടിന്റെ അഡ്രസ്സും കൂടി തരാം. എന്തേ? അതൊന്നും ഇപ്പൊ വേണ്ട, പതിയെ മതി. ഇപ്പോ ഇൻസ്റ്റ ഐഡി മതി. പിന്നെ താൻ പറയുമ്പോഴേക്കും ഞാൻ അങ്ങ് തരാൻ പോകുമല്ലേ. അല്ലേലേ അവളുടെ പുറകെ നടക്കുന്നവന്മാരുടെ ശല്യം കാരണം ഇരിക്കാനും നിൽക്കാനും വയ്യ. അപ്പഴാ പുതിയൊരെണ്ണം കൂടി. തനിക്ക് ടൈം പാസ് ചെയ്യാൻ വേറെ ആളെ നോക്ക്. ഞാനിനി ഒരു കോഴിയാണെന്ന് തെറ്റിദ്ധരിച്ചു കാണോ? ചിലപ്പോ കാണും. എന്നാലും ആരാ അവള്? എന്റെ കർത്താവേ, അവസാനം എന്റെ യൂഫോറിയെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ മുഖം കാണാൻ പറ്റിയില്ലല്ലോ. ഇച്ചായനെന്താ അകത്തോട്ട് വരാതിരുന്നേ? ഒന്നുമില്ല. അല്ല, നിനക്കെന്തിനാ കാണണമെന്ന് പറഞ്ഞേ? അത് പറയാ, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? എന്നിട്ട് പറഞ്ഞ പോരെ? നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ? അത് ഇച്ചായനെ അറിയാലോ, നമ്മുടെ കെട്ട്. ടെസ പ്ലീസ്, കെട്ടിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ടെസ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിനക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ടെസ, ഫൈനലി ഐ ഫൗണ്ട് ഹെർ. എനിക്ക് മനസ്സിലായില്ല. ടെസ, ഞാൻ എന്റെ യൂഫോറിയെ കണ്ടു. സത്യാടോ, ഇന്ന് ഞാൻ അവളെ കണ്ടു. അവസാനം എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കർത്താവ് തന്നെ എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് അവൾ ആരാന്നോ എന്താന്നോ ഒന്നും അറിയില്ല. പക്ഷെ അവളാണ് എന്റെ പെണ്ണെന്ന് ഞാൻ ഉറപ്പിച്ചു. എനിക്കിപ്പോ തന്റെ ഒരു ഹെൽപ്പ് വേണം. തനിക്കറിയാലോ നമ്മുടെ കെട്ടുറപ്പിച്ചത്. അതിന്ന് എനിക്കൊഴിയാൻ പറ്റില്ല. സോ എന്താ പറഞ്ഞു വരുന്നേ? അത് താൻ തന്നെ എങ്ങനെയെങ്കിലും ഈ കെട്ടൊന്ന് മുടക്കണം. പ്ലീസ് ടെസ, എനിക്കിപ്പോ ഹെൽപ്പ് ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നിനക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കൂ. പ്ലീസ് ടെസ, നീ എന്തെങ്കിലും പറഞ്ഞ് ഈ കല്യാണത്തിന് ഒന്ന് ഒഴിയണം. എനിക്കറിയാം നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. പ്ലീസ് ഡി, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് രക്ഷിക്ക് പ്ലീസ്. എനിക്ക് കല്യാണത്തിന് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ ഇച്ചാൻ പേടിക്കണ്ട, ഞാൻ ഒഴിഞ്ഞോളാം. താങ്ക് യു സോ മച്ച് ഡി, യു ആർ ദ ബെസ്റ്റ്. ഇപ്പോഴാ ഒരു സമാധാനായ. ഇത്ര ദിവസം ഞാൻ ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വീർപ്പ് മുട്ടി ജീവിക്കുകയായിരുന്നു. ഇച്ചാൻ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ നോക്ക്. എന്താ കർത്താവേ, എനിക്ക് മാത്രം ഇങ്ങനെ, ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്റെ സ്നേഹം സത്യമായിരുന്നില്ലേ? പിന്നെ എന്തിനാ കർത്താവേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഡാ, അവിടെ ഒന്ന് നിന്നേ. എന്താ ചയ, നീ ടെസയോട് എന്താടാ പറഞ്ഞേ? ഞാൻ എന്താ പറയാൻ?
കള്ളം പറയാൻ നോക്കണ്ട ജോയിലെ, നീ അവളോട് എന്തോ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ അവൾ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. എന്റെ ടെസമ്മോ, നീ മുത്താണ്, അവള് പറഞ്ഞ പോലെ ചെയ്തു. എന്താടാ നീ പറഞ്ഞേ? ഞാൻ എന്ത് പറയാൻ, അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടാകില്ല, അതുകൊണ്ട് അവള് ഒഴിഞ്ഞു കാണും. അത് വെറുതെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. ഇച്ചായ, ഞാൻ എന്താടാ, എനിക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയോ? നീ നീ എന്ത് പണിയാടാ കാണിച്ച്? അവൾക്ക് എന്തുമാത്രം വിഷമമായി കാണുന്ന അറിയോ നിനക്ക്? അവള് തന്നെയാ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞ്. അത് തന്നെയാ ഞാനും ചോദിച്ചേ. അവൾ അങ്ങനെ പറയാൻ മാത്രം നീ എന്താടാ അവളോട് പറഞ്ഞേ? അത് ഇച്ചായ, ഞാൻ എന്റെ പെണ്ണിനെ കണ്ടുപിടിച്ചു. എനിക്കൊരു പെൺകുട്ടിയെ കണ്ടപ്പോ യൂഫോറിയ ഫീൽ ചെയ്തു. അത് ഞാൻ ആദ്യം പറഞ്ഞത് ടെസയോടാ. നീ എന്താടാ ഈ ചെയ്തേക്കണേ? അല്ല, എന്നിട്ട് ആരാണാവോ ആ പെണ്ണ്? നീ ഇത്രയും കാലം കാത്തിരുന്ന നിന്റെ യൂഫോറിയ? എനിക്ക് അതൊന്നും അറിയില്ല. അവളുടെ മുഖം ശരിക്കും കാണാൻ പോലും പറ്റിയില്ല. മുഖം പോലും കാണാത്ത ഒരുത്തിക്ക് വേണ്ടിയാണോടാ നീ എന്റെ കൊച്ചിനെ വേണ്ടാന്ന് വെച്ച്? അതിന് അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമൊന്നുമില്ല. പിന്നെ എന്താ നിങ്ങൾക്കൊക്കെ ഇത്ര പ്രശ്നം? അവളെ പറഞ്ഞോ നിന്നോട് അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്? അവൾ ഒരിക്കലും അത് പറയില്ല. അവൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്തിനാടാ അവളോട് തന്നെ ആദ്യം പോയി പറഞ്ഞേ? അത് എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അവളാന്ന് തോന്നി, അതാ ഞാൻ. ശരിയാ, അവൾക്ക് നിന്നെ നല്ല പോലെ അറിയാം. പക്ഷെ അവളെ നിനക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആ, ഇനി പറഞ്ഞിട്ട് എന്തിനാ? മോൻ പോയി മോന്റെ യൂഫോറിയെ തപ്പിക്കണ്ടുപിടിക്കാൻ നോക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഇപ്പൊ ചെയ്ത ഈ കാര്യം ഓർത്ത് നീ കരയും. ചങ്ക് പൊട്ടി തന്നെ നീ കരയും. നോക്കിക്കോടാ. എന്ത് കോലാണ് ഇത്? ചേച്ചി ചേച്ചി, എനിക്ക് പറ്റുന്നില്ല. കരയല്ലേടാ. എനിക്ക് ഇച്ചേനെ മറക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഇത്രയും കാലം ഇച്ചേനെ മാത്രം മനസ്സിലിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം എല്ലാം മറക്കണമെന്ന് പറഞ്ഞ എനിക്ക് പറ്റുന്നില്ല ചേച്ചി. ചങ്ക് പൊട്ടുന്ന പോലെയുണ്ട്. നിനക്ക് അവനോടൊന്ന് പറഞ്ഞൂടായിരുന്നോ? എന്നിട്ട് എന്തിനാ ചേച്ചി ഇച്ചായനെ സ്വീകരിക്കുന്ന തോന്നുന്നുണ്ടോ? ഇച്ചായൻ ഇതുവരെ മുഖം പോലും കാണാത്ത ആ കുട്ടിയെ കുറിച്ച് പറയുമ്പോ ഇച്ചായന്റെ മുഖത്തെ സന്തോഷം കാണാനായിരുന്നു. ഞാൻ എങ്ങനെയാ ആ മുഖത്ത് നോക്കി പറയാ? ആ, നീയും ഉണ്ടായിരുന്നു ഇവിടെ. അതെന്തായാലും നന്നായി. ഇനി ഇത് പറയാൻ അങ്ങോട്ട് വരണ്ടല്ലോ. ഇച്ചായ, എന്താ കാര്യം? ഈ പുലിക്കാട്ടിൽ ജോൺ ഇതുവരെ ആരുടെ മുന്നിലും തോറ്റ ചരിത്രമില്ല. അതുകൊണ്ടായിരിക്കും കർത്താവ് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്റെ സ്വന്തം മക്കളെ തന്നെ പറഞ്ഞയച്ച്. ഇത് എന്തൊക്കെയാ പറയണേ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ആദ്യത്തെ മോളെ പൊന്നെ തേനേന്ന് പറഞ്ഞ് എല്ലാ സുഖ സൗകര്യം കൊടുത്ത് ഞാൻ വളർത്തി.
എന്റെ അഭിമാനമായിരുന്നു അവള്. എന്നിട്ട് അവൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തി ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. എല്ലാരും കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ അവളുടെ സന്തോഷം മാത്രമേ നോക്കിയുള്ളൂ. അതുപോലെ മറ്റവർക്ക് വരരുത് എന്നുള്ളത് കൊണ്ടാ ഞാൻ അവളുടെ ഇഷ്ടം അറിഞ്ഞ് അങ്ങോട്ട് പോയി ചോദിച്ച് ജോയലിനെ എന്റെ മരുമകനാക്കിക്കോട്ടെ എന്ന്. എന്നിട്ട് മനസമ്മതവും കഴിഞ്ഞ് കെട്ടിന് തീയതിയും കുറിച്ചു. അവിടെ എന്റെ മോൾ എന്നെ തോൽപ്പിച്ചു. നിനക്ക് ജോയലിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നീ എപ്പോ എന്തിനാ ഇങ്ങനെയൊരു തീരുമാനം എടുത്തേന്ന് എനിക്കറിയില്ല. അത് ഞാനായി ചോദിക്കില്ല. പപ്പ സോറി. ഇനി ഈ പുലിക്കാട്ടിൽ ജോൺ ആരുടെ മുന്നിലും തോൽക്കാൻ തയ്യാറല്ല. ടെസയുടെ കല്യാണം പറഞ്ഞ തീയതിയിൽ പറഞ്ഞ മുഹൂർത്തത്തിൽ നടത്തിയിരിക്കും ഞാൻ. ഇതെന്തൊക്കെയാ പറയണേ? കെട്ട് നടത്താനോ? അത് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട്? അതെ, കെട്ട് നടത്താൻ തന്നെ. പയ്യനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് പയ്യൻ. പേര് സ്റ്റീഫൻ. എന്റെ ബിസിനസ് പാർട്ട്ണർ ഡേവിഡിന്റെ മോനാ. അവനാണ് അവരുടെ അബ്രോഡിലുള്ള ബിസിനസ് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കെട്ട് നടത്തും. പ്ലീസ് പപ്പ, എന്തൊക്കെയാ പറയണേ? അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരുത്തന്റെ കൂടെ എങ്ങനെയാ അവള് ജീവിക്കുക? അവൾക്ക് ഇഷ്ടമുള്ള ഒരുത്തനെ കൊണ്ടുവന്ന് കൊടുത്തല്ലോ. അപ്പൊ അവളെ തന്നെയല്ലേ വേണ്ടാന്ന് പറഞ്ഞ്. ഇനി ഇതെങ്ങാനും മുടക്കാൻ ശ്രമിച്ച പിന്നെ നിങ്ങൾക്ക് പപ്പാന്ന് വിളിക്കാൻ ഞാൻ ജീവനോടെ കാണില്ല. ജോണിച്ചായ, എന്താന്ന് വെച്ചാ തീരുമാനിച്ചു. ഞാൻ ആരെ വേണേലും കെട്ടിക്കോളാം. നീ ഇതെന്താ പറയണേ? വേണ്ട ചേച്ചി, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. എനിക്ക് വലുതെന്റെ പപ്പയാ. രണ്ടു ദിവസം കഴിഞ്ഞാ നിങ്ങളുടെ മനസ്സമ്മതോ? അപ്പൊ പുരിയ, എല്ലാവരും നാളെ കാലത്ത് തന്നെ അങ്ങ് എത്തിയേക്കണം. വലിയ ചടങ്ങൊന്നുമില്ല. നമ്മള് രണ്ട് കുടുംബവും അവരുടെ കുറച്ച് ബന്ധുക്കാരും. ആ, അല്ലേലും അതാ നല്ലത്. എന്തായാലും ടെസമോൾക്ക് ജോയലിനേക്കാളും എന്തുകൊണ്ടും ഈ പയ്യൻ തന്നെ ചേരൂ. ടെസ മോളെ, പോയതങ്ങ് കൊടുത്തേക്ക്. ജോലിച്ചായ, ഇച്ചായൻ തിരക്കിലാണോ? എനിക്കെന്ത് തിരക്ക്? ആ പിന്നെ കൺഗ്രാറ്റ്സ്, കല്യാണം ഉറപ്പിച്ചല്ലേ. ആരാ പയ്യൻ? സ്റ്റീഫൻ എന്ന പേര്. അപ്പയുടെ ബിസിനസ് പാർട്ട്ണറിന്റെ മോനാ. അബ്രോഡില് ബിസിനസ് ചെയ്യുക. ആഹാ, കൊള്ളാലോ. വെറുതെ അല്ല, പപ്പ പറഞ്ഞത് തന്നെയാ ശരി. എന്നേക്കാൾ എന്തുകൊണ്ടും നിനക്ക് അവൻ തന്നെയാ ചേരുക. ഇച്ചായന കുട്ടിയെ കണ്ടുപിടിച്ചോ? ഇല്ലടോ, പക്ഷെ അവളുടെ കൂട്ടുകാരിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി അവളെ ഒന്ന് പോയി കാണണം. ആണോ? ഓൾ ദ ബെസ്റ്റ്. ആ കുട്ടിക്കും ഇച്ചായനെ ഇഷ്ടമാകും. അല്ല, നീ കല്യാണം വിളിക്കാൻ വന്നതാണോ? ഞാനിത് തിരിച്ചു തരാൻ വന്നതാ. ഇത് മനസമ്മതത്തിന് ഇച്ചായൻ എന്റെ കയ്യിലിട്ടതാ. ഇച്ചായൻ ഇട്ടതല്ലേ, ഇത് ഇച്ചായൻ തന്നെ എടുത്തേക്ക്.
ടെസ, നീ ഹാപ്പി അല്ലേ? ഇച്ചാൻ ഹാപ്പി അല്ലേ? അപ്പോ ഞാനും ഹാപ്പിയാ. നീ ഇതെങ്ങോട്ടാ? ഞാൻ നോയലിന്റെ കൂടെ ഒന്ന് പുറത്തു പോകുക, ഒരാളെ കാണാനുണ്ട്. നീ പെക്ക് അല്ലേലും നിനക്ക് നിന്റെ കാര്യം മാത്രം, മറ്റുള്ളവരെ കുറിച്ച് ഒന്നും നിനക്ക് ചിന്തയില്ലല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാരും കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. അല്ല, നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? കെട്ട് മുടങ്ങിയപ്പോ മുതൽ തുടങ്ങിയതാ എല്ലാവരുടെയും ഭാവമാറ്റം. ഞാനാണോ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് പറഞ്ഞ്? എന്നിട്ട് ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെയാണല്ലോ എല്ലാവരുടെയും പെരുമാറ്റം. കുറെ ദിവസമായി സഹിക്കുന്നു. ഒരുത്തിയാണെ അതിനുശേഷം എന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അപ്പനും ഇച്ചായനും അമ്മച്ചിയും ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് ചാടിക്കടിക്കാൻ വരുന്നു. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? അങ്ങനെ എല്ലാരും പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാ. നീ അത്രമാത്രം അവരെയൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവരൊക്കെ ഇങ്ങനെ നിന്നോട് പെരുമാറുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? കെട്ടുമുടക്കിയതിന് പിന്നില് നീയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ടെസമോളെ നിന്നേക്കാൾ ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ എല്ലാ കുറ്റവും അവളുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. പിന്നെ നീ ചെയ്തത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് നിനക്ക് പിന്നെ മനസ്സിലായിക്കോളും. നിനക്കും ഇനി എന്നോട് ദേഷ്യമാണോ? കുറച്ച് ദിവസമായിട്ട് നീയും എന്നോട് നേരെ സംസാരിക്കുന്നില്ല. എനിക്കെന്ത് ദേഷ്യം? ഇത് നിന്റെ ജീവിതമല്ലേ, അപ്പോ നിന്റെ തീരുമാനങ്ങൾക്കല്ലേ ഇവിടെ പ്രാധാന്യം. ആ, അത് വിട്. അതിനെക്കുറിച്ച് സംസാരിച്ച് എനിക്ക് തലയ്ക്ക് വട്ട് പിടിക്കും. അല്ല, നിന്റെ പ്ലാൻ എന്താ? നീ എങ്ങനെയാ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോണേ? എനിക്കറിയില്ല. അവളുടെ ഫ്രണ്ടാ ലിസി എന്നെ അടുപ്പിക്കുന്ന പോലുമില്ല. ഞാൻ കോഴിയാണെന്ന് അവളുടെ വിചാരം. നീ പള്ളിയിൽ പോയി നോക്കിയോ? ആടാ, ഞാൻ പോയി. അതിനുശേഷം അവള് വന്നിട്ടില്ല എന്നാ പറഞ്ഞേ. മൊത്തം ടാസ്ക് ആണല്ലോ. അവന്റെ കോപ്പിലൊരു യൂഫോറിയ. നിനക്ക് ആ ടെസയെ കെട്ടി അവളുടെ കൂടെ അങ്ങ് ജീവിച്ചാ പോരെ? ദാ, നിന്നോട് ഞാൻ പറഞ്ഞു ഇനി ആ ടോക്ക് ഇവിടെ വേണ്ടാന്ന്. ഓ, നമ്മളൊന്നും പറയുന്നില്ലേ? ആ, അല്ല, ആരിത്? ജോയലോ? ആ, അച്ചോ, അച്ഛനെന്താ ഇവിടെ? ഓ, ഈസ്റ്റർ ഒക്കെ വരുവല്ലേടാ. അപ്പൊ ഓർഫനേജിലെ കൊച്ചുങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങാൻ വന്നതാ. എന്താ അച്ചോ, നമ്മളെ ഒന്നും ഒരു മൈൻഡ് ഇല്ലല്ലോ. ഓ, വാല് കൂടി ഉണ്ടായിരുന്നോ? എടാ ജോയലെ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവന്റെ കൂടെയുള്ള കൂട്ടുകെട്ട് നിർത്താൻ. അതെന്താ അച്ചോ അങ്ങനെ ഒരു ടോക്ക്? എടാ, നീ ഇവന്റെ കൂടെ നടന്ന് വെറുതെ എന്തിനാടാ ഇവനെ ചീത്തപ്പേര് മേടിച്ചു കൊടുക്കുന്ന? എന്റെ അച്ചോ, അവനൊരു പാവ. കുറച്ച് മണ്ടത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ. ആ, നീ കുരിശു ചുമക്കാൻ തീരുമാനിച്ച പിന്നെ എന്ത് ചെയ്യാനാ? അല്ല, അത് നമ്മുടെ ടെസയല്ലേ? അതാരാ കൂടെ? ആ, അതാണോ ടെസയുടെ ചെക്കൻ? ഓ, അപ്പൊ ഇതാണ് ചെക്കൻ. എടാ ജോയിലെ, എന്നാലും നീ എന്നാ പണിയാടാ കാണിച്ച്? ഇത്രയും തങ്കക്കുടം പോലത്തെ പെൺകൊച്ചിനെ വേണ്ടെന്ന് വെച്ച്? അയ്യോ അച്ചോ, അതറിഞ്ഞില്ലേ? അവന്റെ യൂഫോറിയ കിട്ടി. കർത്താവേ, അവസാനം വന്നോ ആ യൂഫോറിയ? എന്നിട്ട് ആരാടാ കക്ഷി? നമ്മുടെ ഇടവകയിലുള്ളതാണോടാ? ആണെന്നാ തോന്നുന്നേ. ഞാൻ പള്ളിയിൽ വെച്ചാ കണ്ടേ. പക്ഷെ അച്ചോ, അവൻ ആ കുട്ടിയുടെ മുഖമൊന്നും കണ്ടിട്ടില്ല. ആകെ അവളുടെ ഒരു വൈറ്റ് ഷോള് മാത്രമേ അവൻ കണ്ടുള്ളൂ. ആ, ബെസ്റ്റ്. നീ എന്തുദ്ദേശിച്ചാടാ? ആ, ചോദിക്കച്ചോ, ചോദിക്ക്. എന്റെ പൊന്നച്ചോ, വീട്ടുകാരുടെ കൂടെ ഈ കാര്യം പറഞ്ഞ ഒരു വഴക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എനിക്ക് വയ്യ ഇനിയും തർക്കിക്കാൻ. ആ, അത് വിട്. അച്ചോ, ആ, രസക്കൊച്ചെ, സുഖമാണോ നിനക്ക്? ഇതാണല്ലേ പയ്യൻ? ഹായ് ഫാദർ. എന്നതാ മോന്റെ പേര്? സ്റ്റീഫൻ ഡേവിഡ്. സ്റ്റീഫൻ എന്ത് ചെയ്യുവോ? ആക്ച്വലി ഞാൻ UK സെറ്റിൽഡാ. പപ്പയുടെ അവിടുത്തെ ബിസിനസ് ഒക്കെ ഞാനാ മാനേജ് ചെയ്യുന്നത്. ഓ, അപ്പൊ നല്ല ബിസി മാൻ ആണല്ലേ. ഇത് ജോയലിച്ചായൻ, അന്ന ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അനിയനാ. ഇത് നോയൽ ചേട്ടായി, ജോയലിച്ചായന്റെ ഫ്രണ്ടാ.
ഓ ഹായ് ബ്രോ. ബ്രോ എന്ത് ചെയ്യുവാ? ആ ഞാൻ മൂവി ഡാൻസ് കൊറിയോഗ്രാഫറാ. പിന്നെ ഒരു ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്. ഹോ നൈസ്. ഞാൻ ഈ മൂവി ഒന്നും കാണാറില്ല, എനിക്ക് അതിനൊന്നും ടൈം കിട്ടാറില്ല, അതാണ് സത്യം. എന്റെ ഓരോ മിനിറ്റിനും കോടികളുടെ വിലയുണ്ട്, എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടാറില്ല. ഓ അപ്പൊ ഈ കുളിക്കാനൊന്നും സമയം കിട്ടാറില്ല അല്ലേ? What? ചുമ്മാ ഇരിയടാ. അല്ല, ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചതാ. ഈ സിനിമയിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്, നിന്ന് തിരിയാൻ സമയമില്ലാന്ന്. അപ്പോ ഇവരൊക്കെ എപ്പോഴാ കുളിക്കാറും മറ്റു പരിപാടികളൊക്കെ ചെയ്യുന്നേ? ഒന്ന് മിണ്ടാതിരിയടാ. സോറി ബ്രോ. ഇറ്റ്സ് ഓക്കെ. ഇയാളുടെ ഫ്രണ്ട് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാന്ന് തോന്നുന്നുണ്ടല്ലോ. രസമോളെ ഒന്നിങ്ങ് വന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ അച്ചു, ഇച്ചായ എന്നാ ഇവരോട് സംസാരിച്ചിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ഇറ്റ്സ് ഓക്കെ ബേബ്. നീ കേട്ടോടാ, അവൻ അവളെ വിളിച്ചത് ബേബെന്ന്. അതിന് എനിക്കെന്താ, അവൻ കെട്ടാൻ പോണ പെണ്ണല്ലേ. എന്താ അച്ചു വിളിച്ചേ? ജോയലിന് ഇപ്പോഴും ഒന്നും അറിയില്ല അല്ലേ? നീ അതങ്ങ് പറയാ നോക്കുമോളെ, അനുഭവം കൊണ്ട് പറയാ. ഇത് നീ പറഞ്ഞില്ലേ, ഇത് നിന്റെ ഉള്ളിൽ കിടന്ന് നീറിക്കൊണ്ടിരിക്കും. അതിനേക്കാൾ നല്ലത് പറയുന്നതാ. ഇല്ല അച്ചു, ഞാൻ ഒരിക്കലും അതിന് പറയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉള്ളിലെ നീറ്റൽ മാറുമായിരിക്കും. പക്ഷേ ജോലിച്ചാന്റെ ഉള്ളിൽ അത് എന്നും മായ്ക്കാൻ പറ്റാത്ത മുറിവാകും. അതിനേക്കാൾ നല്ലത് ഞാൻ ഒറ്റയ്ക്ക് ഈ വേദന സഹിക്കുന്നതല്ലേ. നിന്നെ പോലൊരു കൊച്ചിനെയാണോ അവൻ? ആ, പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കൂടെ എപ്പോഴും കർത്താവ് കാണും മോളെ. ബ്രോ, അപ്പൊ ഈ വാച്ചിനും നല്ല റേറ്റ് ഉണ്ടോ? യാ, ഇതെന്റെ ചോദ്യം ബ്രോ. ഈ വാച്ച് എനിക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാ. ഇതിന്റെ പ്രൈസ് 80 lakhs. എന്റെ അമ്മോ, 80 lakhsോ? എന്റെ വാച്ചിന് 150 രൂപയുള്ളൂ. പക്ഷെ അതും സെയിം ടൈം തന്നെയാ കാണിക്കുന്നത്. സോ ഫണ്ണി. യു നോ വാട്ട്, ഞാൻ ഇതുവരെ ഈ വാച്ചിൽ ടൈം പോലും നോക്കിയിട്ടില്ല. പിന്നെന്തിനാ ഇത്ര വില കൊടുത്ത് വാച്ച് വാങ്ങിയേ? അതെന്റെ പവർ, സ്റ്റാറ്റസ് എല്ലാം ഈ ഒരു വാച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അതുകൊണ്ട്. ഹോ, എന്താലേ. അപ്പൊ ബ്രോ ഇട്ടിരിക്കുന്ന എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടോ? ഓഫ് കോഴ്സ്. ഞാനിപ്പോ എന്റെ ദേഹത്തിട്ടിരിക്കുന്ന എല്ലാ ഐറ്റത്തിന്റെയും പ്രൈസ് നോക്കിയാൽ ഇറ്റ്സ് മോർ ദാൻ 10 crore വരും. 10 കോടിയോ? ചുമ്മാ. നോ ബ്രോ, ഇറ്റ്സ് ട്രൂ. ഈ കാണുന്ന ചെയിൻ ഇല്ലേ, ഇതിന്റെ പ്രൈസ് മാത്രം ഒരു 2 crore. എന്റെ ഈ ഡ്രസ് $2,000, അതായത് മോർ ദാൻ 1.5 lakh. അതുപോലെ തന്നെ എന്റെ ഈ ഷൂസ്, അതിന് തന്നെ എന്ത് റേറ്റ് ആണെന്നറിയോ? ഓ, അതിനിതൊക്കെ എന്താ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ? പിന്നെ എന്റെ ഈ റിങ്സ് ഉണ്ടല്ലോ. അയ്യോ ബ്രോ, മതി. ഇതിൽ കൂടുതൽ താങ്ങാൻ എനിക്ക് ശേഷിയില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ? 100 കോടിയുടെ പ്രോജക്റ്റിന്റെ കോളാ. ആ ബ്രോ പോയി സംസാരിക്കേ. ഓ എന്റെ പൊന്നെ, എന്ത് തള്ളാടാ ഇവൻ. ഇതിലും വലിയ പണി ഇനി ടെസയ്ക്ക് കിട്ടാനില്ല. പാവം കൊച്ചു. ഇതിലും ഭേദം നീ അവളെ കെട്ടുന്നതായിരുന്നു. മിണ്ടിപ്പോകരുത് നീ. ഞാൻ അന്നേ പറഞ്ഞതല്ലേടാ എനിക്ക് അവളെ കെട്ടിച്ചു തരാൻ. അപ്പൊ നിനക്ക് എന്തായിരുന്നു ചാടാ? ഇപ്പൊ എന്തായി? അവളെ ആ പ്രൈസ് ടാഗിന്റെ കൂടെ പറഞ്ഞു വിടുന്നതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? എടാ, എനിക്കറിയോ ഈ പങ്കിൾ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ അവളുടെ കെട്ടുറപ്പിച്ചെന്ന്. നീ ഒറ്റൊരുത്തനാ ഇതിന് കാരണം. അവന്റെ തൊലിഞ്ഞൊരു യൂഫോറിയ. പാവൻ ടെസ. അതിന് ഈ ജീവിതകാലം മുഴുവൻ ഈ പ്രൈസ് ടാഗിന്റെ കൂടെ ജീവിക്കേണ്ടെന്ന് ഓർക്കുമ്പോഴാ സങ്കടം വരുന്നത്. സ്റ്റീഫൻ ഇച്ചാൻ എവിടെ? 100 കോടിയുടെ ബിസിനസ് ഡീൽ സംസാരിക്കാൻ പോയിരിക്കുവോ? ഓ, ഡോണ്ട് മൈൻഡ് ഹിം. ഇച്ചാൻ അങ്ങനെയാ, കുറച്ച് പൊങ്ങച്ചം പറയുന്നത് കൂടുതലാ. കുറച്ചോ? ഇതോ? ടെസാബേബ്, എന്നാ നമുക്ക് പോയാലോ? ശരി ചായ, എന്നാ അച്ചോ ഞങ്ങളങ്ങ് പോകുക. നോയൽ ചേട്ടായി, ശരി എന്നാ. ഇവൾക്ക് എന്നോടൊന്ന് പോകുമെന്ന് പറഞ്ഞെന്താ? അവളുടെ ഒരു
ഒച്ചായം വിളിയും അവന്റെ ഒരു ബേബ് വിളിയും എനിക്ക് പൊളിഞ്ഞു വരുന്നുണ്ട്. എടാ നോയലെ, ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ ആരാന്നറിയോ? മണ്ടനോ? ഇല്ല. എന്നാ അത് വേറെ ആരുമല്ല, അത് നിന്റെ ഈ ഫ്രണ്ടാ, ജോയൽ കുര്യാക്കോസ്. ഇവനെപ്പോലൊരു വിഡ്ഢി ഈ ലോകത്ത് കാണില്ല. അതെന്താച്ചോ അങ്ങനെ പറഞ്ഞേ? പിന്നല്ലാതെ, ഇത്രയും പൊന്നു പോലത്തെ പെൺകുട്ടിയെ ഇനി ഇവൻ മഷിയിട്ട് നോക്കിയ പോലും അവന് കിട്ടത്തില്ല. ആ, ഈ കാര്യത്തിൽ ഞാൻ അച്ഛനോട് 100% യോജിക്കുന്നു. ആ വരണം വരണം, എല്ലാരും അകത്തോട്ടിരിക്കേ. എടി അന്നെ, ടെസ റെഡിയായോ? അവള് റെഡിയായിക്കൊണ്ടിരിക്കുക. എടി, നിന്നോട് എനിക്ക് പറയാനുള്ള എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് ഈ കെട്ട് മുടക്കാനാണ് ഭാവമെങ്കിൽ അന്ന് പപ്പ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മമ്മി എന്ന് വിളിക്കാൻ ഞാനും കാണില്ല. ഞാനൊരു കുരുത്തക്കേടും കാണിക്കില്ല. എല്ലാരും കൂടെ അവളെ മാനാഭിമാനത്തിന്റെ പേരിൽ കുഴി തള്ളിയിടാൻ പോകുമല്ലേ. നിങ്ങൾക്കൊക്കെ ഈ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെന്താ സുഖമായി കിടന്നിറങ്ങാം. ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ അവളല്ലേ കരയണ്ടേ. അവളെ കരഞ്ഞോട്ടെ. പെട്ട തന്തയ്ക്കും തള്ളയ്ക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ ചേച്ചിയായി എനിക്കെന്താ. എല്ലാം തീർന്നു, ഇന്നത്തോടെ എല്ലാം തീർന്നു. ടെസ, വേണ്ടടാ, നിനക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നീ കഴിക്കണ്ട. ഞാൻ ജോയലിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേണ്ട ചേച്ചി, ഞാൻ പപ്പയ്ക്ക് വാക്ക് കൊടുത്തതാ. പപ്പ പറയുന്നാളെ ഞാൻ കെട്ടാന്ന്. ഇനിയും പപ്പയെ വേദനിപ്പിക്കാൻ വയ്യ. നീ എന്തിനാ സ്വയം ബലിയേടാകുന്നെ? നമ്മുടെ പപ്പയല്ലേ, പപ്പയ്ക്ക് പറഞ്ഞ മനസ്സിലാകും. വേണ്ട ചേച്ചി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാട്ടിലോട്ട് വരുമ്പോ എനിക്ക് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ടെസ മറിയ ജോൺ എന്ന പേര് മാറ്റി അവിടെ ജോയൽ എന്നാക്കണമെന്ന്. പക്ഷെ അതിന് കുറച്ച് മണിക്കൂർ എടുക്കഴിഞ്ഞാൽ ടെസ മറിയ സ്റ്റീഫൻ എന്നാക്കാൻ പോകുക. ചേച്ചി എന്തിനാ കറിയണേ? ചിലപ്പോ ഇതായിരിക്കും എനിക്ക് കർത്താവ് വിധിച്ചത്. എന്താടി? എനിക്ക് ഫോണ് തരാവോ? ഞാൻ ഗെയിം കളിച്ചിട്ട് തരാം. അയ്യടാ, നിനക്ക് ഗെയിം കളിക്കണേ, നിന്റെ പപ്പയുടെ ഫോൺ പോയി എടുക്ക്. പപ്പ നല്ല തിരക്കിലാ. എന്നാ നിന്റെ മമ്മിയോട് പോയി ചോദിക്ക്. മമ്മി ടെസാൻഡി റെഡിയാക്കുക. എന്തായാലും മോൾ എന്റെ ഫോണ് കിട്ടുന്ന് പ്രതീക്ഷിക്കണ്ട. മോള് സ്ഥലം വിട്ടേ പോ. നിക്കടിയോടെ. ഞാൻ ഒരു ഗെയിം കളിച്ചിട്ട് തരാം. അക്കു നിക്കാനാ പറഞ്ഞ? ഞാൻ തരൂല. എന്റെ ഫോണ് താടി. ഒരു ഗെയിം കളിച്ചിട്ട് തരാം. ദേ, നിന്റെ വല്യപ്പച്ചൻ ഇരിക്കുന്നു. നീ പോയി അപ്പച്ചനോട് ചോദിക്ക്. ചീത്തയാ, ഞാൻ മിണ്ടൂല. ഓ
വന്നോ? ലിസ, താനെന്താ ഇവിടെ? അത് ഞാനല്ലേ ചോദിക്കണ്ടേ, താനെന്താ ഇവിടെ? ഇനി താൻ അവളെ ഫോളോ ചെയ്ത് വന്നതാണോ? അപ്പോ അവളെവിടെ ഉണ്ടോ? പിന്നല്ലാതെ, അവളുടെ കെട്ടിന് അവളില്ലാതെ എങ്ങനെയാ? എന്താ പറഞ്ഞ? അവളുടെ കെട്ടോ? അതെ, ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് അവളുടെ കെട്ടാ. ഇനിയെങ്കിലും പൊന്നുമോൻ അവളുടെ പുറകെ ഒളി നടത്തം നിർത്തിക്കോ. നിനക്ക് ചിലപ്പോ ആള് മാറിപ്പോയി കാണും. ഇത് ടെസയുടെ. അപ്പൊ താൻ അവളുടെ പേരും കണ്ടുപിടിച്ചോ? താൻ ആള് കൊള്ളാലോ. എന്നാ കേട്ടോ, ഇന്ന് ഈ പള്ളിയിൽ വെച്ച് നടക്കാൻ പോകുന്ന കല്യാണം ടെസയുടെയാ. താൻ വെറുതെ ഇനി അവിടെ പുറകെ നടന്ന് അവിടെ കെട്ടിയവന്റെ കൈക്ക് പണി ഉണ്ടാക്കണ്ട. ലിസ, യൂഫോറിയ. ലിസ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അങ്ങോട്ട് വാ. ഞാൻ ഇയാളെ കണ്ടപ്പോ ഒന്ന് സംസാരിച്ചതാ. നീ വാ. ഞാനിത് എന്താ ചെയ്ത്? ടെസയായിരുന്നു ആ പെൺകുട്ടി. കർത്താവെ, എന്തിനാ എന്നോട്? എനിക്ക് അവളെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ഞാനത് മണ്ടത്തര ചെയ്ത്. അവളെ ഞാൻ തന്നെ. പുലിക്കാട്ടിൽ ജോണിന്റെ ഇളയ മകളായ ടെസ മറിയം ജോണിന് ഈ നിൽക്കുന്ന പാലക്കപ്പറമ്പിൽ കുര്യാക്കോസിന്റെ മകനായ ജോയൽ കുര്യാക്കോസിനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? ടെസ, സമ്മതമാണോ? നീ ഇപ്പൊ കൺഫ്യൂസ്ഡ് എന്നറിയാം. ഇപ്പൊ യെസ് പറ, ബാക്കിയെല്ലാം ഞാൻ പിന്നെ പറഞ്ഞു തരാം. ടെസ, ഈ നിൽക്കുന്ന ജോയൽ കുര്യാക്കോസിനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. പാലക്കപ്പറമ്പിൽ കുര്യാക്കോസിന്റെ ഇളയ മകനായ ജോയൽ കുര്യാക്കോസിന് പുലിക്കാട്ടിൽ ജോണിന്റെ ഇളയ മക്കളായ ടെസ മറിയം ജോണിനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ് ഫാദർ. ഇച്ചായന്റെ കണ്ണൊക്കെ കളങ്ങിയിരിക്കുന്നുണ്ടല്ലോ. ഇച്ചായനെ എല്ലാരും പോസ്റ്റ് ചെയ്ത് കാണും. എനിക്കറിയാം, ഇച്ചായൻ ഒരിക്കലും എന്നെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ കഴിയില്ല എന്ന്.
ടെസ, ഇച്ചായ സോറി, എനിക്കറിയാം ഇച്ചായന് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലാന്ന്. എല്ലാരും കൂടി ഇച്ചായനെ ഫോഴ്സ് ചെയ്തതാണ്. സോറി ഇച്ചായ. നീ ഇതെന്തൊക്കെയാ പറയണേ? ഇച്ചായ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ചീറ്റൻ ഇച്ചായൻ എന്തിനാ കല്യാണത്തിന് പിന്നറിയാമെന്ന് എനിക്കറിയില്ല. ടെസ, ഞാൻ പറയുന്നത്. സോറി ഇച്ചായ, എനിക്കറിയാം ഇച്ചായൻ ഒരിക്കലും ഈ മാരേജ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന്. എനിക്ക് കുറച്ച് സമയം തന്നാ ഞാൻ തന്നെ ഒഴിഞ്ഞു പൊയ്ക്കോളാം. എനിക്ക് കുറച്ച് സമയം തന്നാ മതി പ്ലീസ്. ഞാൻ ഒരിക്കലും ഇച്ചായനൊരു ശല്യമാകത്തില്ല. ഇനി നീ മിണ്ടരുത്. എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കാദ്യം. എന്നിട്ട് നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. ഞാൻ എപ്പോഴാ നിന്നോട് പറഞ്ഞേ എനിക്ക് നീയൊരു ശല്യമാണെന്ന്? ഞാൻ പറഞ്ഞോ എന്റെ സമ്മതം ഇല്ലാതെയാ ഈ കല്യാണം കഴിഞ്ഞെന്ന്? എന്നാ കേട്ടോ, എന്റെ പൂർണ്ണ സമ്മതത്തോടെയാ ഈ കല്യാണം കഴിഞ്ഞ്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാ ഞാൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ. ഇനി മോള് സത്യസന്ധമായി ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം താ. നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ? ചോദിച്ചത് മനസ്സിലായില്ലേ? നിനക്കെന്നോട് പ്രേമമായിരുന്നോന്ന്? ഇച്ചായ, അത് ബാക്കി കൂടി പോരട്ടെ. അതെ. അല്ല, എത്രയായി ഇത് തുടങ്ങിയിട്ട്? ചോദിച്ചത് കേട്ടില്ലേ? എത്ര കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്? അത് 7 കൊല്ലം. എത്ര കൊല്ലം? 7 കൊല്ലം. എനിക്ക് ഇച്ചായനെ ആദ്യം കണ്ടപ്പോ മുതലേ ഇഷ്ടമായിരുന്നു. എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നെ? ഇച്ചായൻ അന്നേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയായിരുന്നു. ഇച്ചായൻ റിജക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഈ കാര്യം ഇവിടെ എത്ര പേർക്കറിയാം? അത് ഇച്ചായനൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിനക്ക് എന്നോട് ഒരിക്കൽ പോലും വന്ന് പറയാൻ തോന്നിയില്ല? ഞാൻ എല്ലാം പറയാൻ തീരുമാനിച്ചു വന്നതാ. അപ്പോഴാ ഇച്ചായൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടെന്ന് പറഞ്ഞു. അതാ പിന്നെ ഞാൻ. നീ എന്താടി ഇങ്ങനെ? അന്ന് നിനക്കെല്ലാം തുറന്ന് പറഞ്ഞോടായിരുന്നു. നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? നീ വന്ന് നിന്റെ ഇഷ്ടം പറയുമ്പോ ഞാൻ വേണ്ടാന്ന് പറയുന്നു. ഒരു പക്ഷെ പണ്ടായിരുന്നു ഞാൻ റിജക്റ്റ് ചെയ്തേനെ. എനിക്ക് വേണ്ടി ഇത്രയും കാലം കാത്തിരിക്കുകയെന്നറിഞ്ഞ ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്യുന്ന നിനക്ക് തോന്നിയോ? ഞാൻ അത്രയ്ക്ക് ദുഷ്ടനാണോ? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പെണ്ണിനെ വേണ്ടാന്ന് വെച്ച് മുഖം പോലും അറിയാത്ത ഒരുത്തിയുടെ പിന്നാലെ പോകുന്ന കരുതിയോ? ഇച്ചായൻ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നീ മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാ ഞാൻ കരുതിയ. പക്ഷെ നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടായിരുന്നേ നീ വന്ന് പറഞ്ഞേനെ. ഇച്ചായൻ, അങ്ങനെയൊന്നും പറയില്ല. സോറി ഇച്ചായൻ. നിനക്കൊരു വാക്ക് അന്ന് എന്നോട് പറഞ്ഞൂടായിരുന്നു? അന്ന് ഇച്ചായന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ എനിക്ക് പറയാൻ തോന്നിയില്ല. ഞാനീ അത് പറഞ്ഞ ഇച്ചായന്റെ വിഷമമായാലെന്ന് കരുതി. അതുകൊണ്ട് എല്ലാ വേദനയും ഒറ്റയ്ക്കങ്ങ് അനുഭവിക്കാൻ തീരുമാനിച്ചു അല്ലേ? Love you. അപ്പൊ ഇച്ചായന്റെ യൂഫോറിയ എന്ത് ചെയ്യും? യു ആർ മൈ യൂഫോറിയ. അന്ന് ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടത് നിന്നെ തന്നെയായിരുന്നു. പക്ഷെ കർത്താവ് നമ്മളെ പരീക്ഷിച്ചതാ തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയൊക്കെ ഉണ്ടായേ. ഇച്ചായ,
ചോദിക്കട്ടെ? സ്റ്റീഫൻ എന്ത് പറ്റിയെന്നാണോ? ആ അതെ, എങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അല്ല, എന്നാലും എങ്ങനെയാ അത് മുടക്കിയത്? നിന്നെ കെട്ടാൻ വേണ്ടി ചെറിയൊരു കളി കളിക്കേണ്ട വന്നു. പക്ഷെ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഞാനല്ല. എല്ലാ പ്രതീക്ഷയും കൈവിട്ട് പോയപ്പോ കർത്താവായിട്ട് പറഞ്ഞയച്ചതാ. ആ ഡാ, നീ ഇവിടെ നിക്കുവാണോ? എന്താടാ പറ്റിയേ? നീ എന്തിനാ കരയണേ? ഇച്ചയ, അത് മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. ഇച്ചയ, അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പെൺകുട്ടിയെ കണ്ടപ്പോ യൂഫോറിയ ഫീൽ ചെയ്തെന്ന്? അത് വേറെ ആരുമല്ല ഇച്ചയ, അത് ടെസയായിരുന്നു. എന്തോന്ന്? ടെസയാ? അതെ ഇച്ചയ, ടെസയായിരുന്ന പെൺകുട്ടി. ഞാൻ പറഞ്ഞില്ലേ അവിടെ കൂട്ടുകാരി എനിക്ക് അറിയാന്ന്. അവളാ എന്നോട് ഇത് പറഞ്ഞ്. മോനൊന്ന് ഇങ്ങ് നീങ്ങി നിന്നേ. അവന്റെ ഒരു യൂഫോറിയ ഇപ്പൊ എന്തായടാ? കൈ വന്നത് നീയായിട്ട് തന്നെ ഇല്ലാതാക്കിയില്ലേ? കരയ്, കുറച്ചുകൂടി കരയ്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നീ ചെയ്ത മണ്ടത്തരം ഓർത്ത് നീ ചങ്ക് പൊട്ടി കരയുന്ന. അത് ഇത്ര പെട്ടെന്നുണ്ടാകുന്ന ഞാൻ വിചാരിച്ചില്ല. ഇച്ചായ, അവിടെ പപ്പ അന്വേഷിക്കുന്നു. ജോയലെ, എന്ത് പറ്റിയടാ? നീ എന്തിനാ കരയണേ? എന്താ അച്ചായ അവനെ പറ്റിയ? ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇനി എന്ത് പറ്റാൻ? നിനക്കിത് എന്തിനാന്ന് മനസ്സിലായോ? നീ നീ ഒറ്റൊരുത്തർ കാരണം എന്റെ അനിയത്തി എത്രമാത്രം വേദനിച്ചെന്ന് അറിയോ നിനക്ക്? എടാ, നിനക്കൊരു കാര്യം അറിയോ? അവൾ എത്ര വർഷമായി നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടെന്ന്? 7 കൊല്ലമായി അവള് നിന്നെ മാത്രം മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഒരിക്കൽ പോലും നിനക്ക് അവളുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോടാ. വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവൾക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെയാ അവളായി കെട്ടിന്നൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോ നിന്നോട് ദേഷ്യപ്പെട്ടത്. നീ നിന്റെ പെണ്ണിനെ കണ്ടെന്ന് പോയി അവളോട് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ കുട്ടി എന്തുമാത്രം വേദനിച്ച് കാണുന്ന നീ ഓർത്തോ? അന്നേ എടി, നീ ഇതെന്തൊക്കെയാ പറയണേ? അവൾക്ക് എന്നെ... അതേടാ, അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഇത് എല്ലാവർക്കും അറിയാം. നിന്റെ കൂട്ടുകാരൻ നോയലിന് പോലും, എന്തിന് പള്ളിയിലെ പോളച്ഛന് പോലും അറിയാം. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. എന്നോട് മാത്രം എല്ലാരും മറച്ചു വെച്ചു. അവൾക്ക് ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞ അവള് വന്ന് പറഞ്ഞ നീ അക്സെപ്റ്റ് ചെയ്യായിരുന്നോ? നിനക്ക് നിന്റെ യൂഫോറിയല്ലേ വലുത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇച്ചായ, എനിക്ക് അവളെ വേണം. എന്തോ? കേട്ടില്ല. ഒരിക്കൽ നിനക്ക് തന്നതല്ലേടാ. അപ്പൊ നീയായിട്ട് തന്നെ അത് ഇല്ലാതാക്കി. ഇല്ലായിരുന്നേ അവന്റെ സ്ഥാനത്ത് നീയായിരിക്കും അവളുടെ കഴുത്തിൽ നിന്ന് മിന്നു കെട്ടാൻ പോകുന്നത്. ഇച്ചായ പ്ലീസ്. നീ ഒത്തിരി വൈകിപ്പോയി ജോയലെ. ഇനി വെറും 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ അവള് വേറൊരാളുടെ ഭാര്യ. നീ അവളെ മറന്നേക്ക്. ഇച്ചായ, ഇനി ആരൊക്കെ സമ്മതിച്ചാലും പപ്പ സമ്മതിക്കുന്ന തോന്നുന്നില്ല. പപ്പയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ടാ ഇത്രയും പെട്ടെന്ന് കെട്ടുറപ്പിച്ച്. നീ ഒത്തിരി വൈകി ജോയലെ. ഇനി ഒന്നും നമ്മുടെ കയ്യിലല്ല. ഇത് നിനക്ക് കർത്താവ് തന്ന ശിക്ഷയാ. നീ അത്രമാത്രം അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നീ എന്തിനാടാ കരയുന്നേ? പോളച്ചോ. എന്തു പറ്റി? അത് അച്ചോ.
അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മോനെ ജോയലെ, ഇത് പള്ളിയായ കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ല നിന്റെ കരണം നോക്കി ഒന്ന് തന്നേനെ. ഓ അതിന്റെ ആവശ്യമില്ല അച്ചോ. എന്റെ 2 കാരണത്തും ഓൾറെഡി 2 കിട്ടിയതാ. നന്നായി, ചെറിയായിരിക്കും തന്നത്. കെട്ടിയവനും കെട്ടിയോളും തന്നു. അല്ല, ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശം? എനിക്കറിയില്ല. എനിക്കിപ്പോ ഒരു ഹോപ്പും ഇല്ല. അച്ചോ, എനിക്ക് അവളെ വേണം. മോനെ ജോയലെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഒത്തിരി വൈകിപ്പോയടാ. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് അവളുടെ കെട്ടാ. നീ ഇങ്ങനെ കരയാതെ. എനിക്ക് പറ്റുന്നില്ല അച്ചോ. ഞാൻ അവളുടെ സ്നേഹം ഇത്രയും കാലമായിട്ടും തിരിച്ചറിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ട ഞാൻ തന്നെയാ. ആരെക്കാളും നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകൂടെ പോയി. പ്രേമിക്കുന്ന പെണ്ണിനെ വേറൊരുത്തൻ വന്ന് കെട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. നിന്റെ കയ്യില് ഫോണുണ്ടോ? ഉണ്ട്. എന്നാ അതൊന്ന് തന്നേ. എന്നിട്ട് നിന്റെ ഇച്ഛാനെ ഒന്ന് വിളിച്ചതാ അതില്. എന്താ അച്ചോ വരാൻ പറഞ്ഞേ? ആ, നിങ്ങൾ വന്നോ? അച്ചോ ഞാൻ എത്തി. ആ, വാ വാ. അപ്പൊ ഇനി എല്ലാരും ഇവിടെ വിളിച്ചു വരുത്തിയ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അച്ചോ ഇവന്റെ കാര്യം പറയാനാണേ വേണ്ട. അവനായിട്ട് വരുത്തി വെച്ചതല്ലേ, അവൻ തന്നെ അനുഭവിക്കട്ടെ. എന്റെ ജെറി, അവനൊരു അബദ്ധം പറ്റിപ്പോയി. അവനൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ. അങ്ങനെ നോക്കിയാ ടെസയുടെ ഭാഗത്തും തെറ്റില്ലേ? അവളെ നേരത്തെ എല്ലാം തുറന്നു പറഞ്ഞതാണേ. ഇങ്ങനെ എന്തേലും സംഭവിക്കോ? അതുകൊണ്ട് നമുക്ക് ഇവിടെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇനി ഇതെങ്ങനെ ശരിയാക്കാന്ന് ആലോചിക്കും. എങ്ങനെ ശരിയാക്കാനാ? ഇനി 2 മണിക്കൂർ കൂടിയുള്ളൂ കെട്ടിന്. പപ്പയാണ് ഈ കെട്ട് നടത്തിയേ തീരുന്ന വാശിയാ. ഇതിന്റെ ഇടയിൽ കെട്ട് മുടക്കാനൊന്നും പറ്റില്ല. ഈ കെട്ടെങ്ങാനും മുടങ്ങിയ പപ്പയും മമ്മിയും ചത്തു കളയുന്ന പറഞ്ഞേക്കണേ. അതിന് ആര് കെട്ടുമുടക്കുന്നു? ഈ കെട്ട് നടക്കും. അച്ചോ ആ, പറയുന്നത് മുഴുവൻ കേൾക്കട ചക്ക. ഈ കെട്ട് നടക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. പക്ഷെ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടാൻ പോകുന്നത് നീ ആയിരിക്കുന്നു മാത്രം. അതെങ്ങനെ ശരിയാകും? അപ്പോ സ്റ്റീഫനെ എന്ത് ചെയ്യും? സ്റ്റീഫൻ അവനായി തന്നെ ഈ കെട്ടി നൊഴിഞ്ഞു പോകും. അതെങ്ങനെ? അതിനാദ്യം അവനെ കുറിച്ച് നല്ല പോലെ അറിയണം. ഓ അതൊന്നും പറയണ്ട അച്ചോ. വായ തുറന്നാ പൊങ്ങച്ച മാത്രമേ പറയൂ. എപ്പോ നോക്കിയാലും പൈസ പൈസ എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. എന്തോ ബിസിനസിന്റെ ലോകം തന്നെ അവന്റെ കാഴ്ചവെട്ടിലാന്നാ വിചാരം. അന്നാ 100 കോടിയുടെ ബിസിനസ് ഡീൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എന്ത് ജാടയായിരുന്നു തെണ്ടിക്ക്. അവനൊരു കംപ്ലീറ്റ് പ്രൈസ് ടാഗ് അച്ചോ. ഇട്ട ചട്ടിയുടെ വില പോലും പറഞ്ഞു നടക്കുന്ന ഒരുത്തൻ. ആ ഇവ പറഞ്ഞതില് ഞാനും യോജിക്കുന്നു. അവനെ എന്റെ അളിയനായി എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. അവന് ടെസയെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവളെ വല്ല കിണറ്റിലും തള്ളിയിടുന്നതാ. എനിക്ക് അവനെ കൊണ്ട് എന്റെ കുട്ടിയെ കെട്ടിച്ചു വിടുന്നതിന് ഒരു താല്പര്യമില്ല. അച്ചോ, ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? എടാ നോയലെ, നിനക്ക് മിമിക്രി അറിയോ? അതെന്ത് ചോദ്യാച്ചോ? മിമിക്രി ഒക്കെ എനിക്ക് കൈവന്ന കലയല്ലേ. അച്ഛൻ ആരുടെ ശബ്ദം വേണ്ടേ? മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, രജനി, വിജയ്, അജിത്, സൂര്യ, പൃഥ്വിരാജ്, ടോവിനോ, DQ ആരുടെയാ വേണ്ട അച്ഛ? പറച്ചോ. അവരുടെ ആരുടെയും വേണ്ട തൽക്കാലം. നിനക്ക് പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ അറിയോ? പെണ്ണിന്റെ ശബ്ദത്തിലാ? ആ അറിയാ. അല്ല എന്തിനാ? എന്നാ ഒരു കാര്യം ചെയ്. അടുത്തുള്ള ജംഗ്ഷനിൽ ഒരു ഫോൺ ബൂത്ത് ഉണ്ട്. അവിടെ പോയി സ്റ്റീഫന്റെ കമ്പനിയിൽ വിളിച്ചിട്ട് പറ അവനോട് പെട്ടെന്ന് തന്നെ കമ്പനിയിലെത്താൻ. എത്തിയില്ലേ അവന്റെ 100 കോടിയുടെ ഡീല് ക്യാൻസൽ ചെയ്യുന്നു. എന്റെ പോളച്ചോ, നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ലല്ലോ. ഈ തിരുവസ്ത്രത്തിന്റെ അടിയിൽ ഇത്രയും വലിയ കുരുട്ടുബുദ്ധിക്കാരനുണ്ടായിരുന്നോ? ഒന്ന് പോട ചക്ക. നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഞാനും ഇതുവരെയൊക്കെ എത്തിയേ. അച്ചോ ഇതൊക്കെ ക്രിമിനൽ കേസല്ലേ? പിടിച്ച
ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലടവേ. ഇനി പിടിക്കപ്പെട്ട എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. എടാ എന്നെ വിടടാ. കാണുന്ന പോലെ ആരോഗ്യമൊന്നും ഇല്ലടാ എനിക്ക്. വിടടാ എന്നെ. അപ്പൊ എങ്ങനെയാ? പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമല്ലേ? വാട്ട്? എന്നിട്ട് ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? സോറി സാർ, ഞങ്ങൾക്ക് കുറച്ചു മുന്നേ കോൾ വന്നത്. സാറിനോട് വേഗം വരാൻ പറഞ്ഞു. ഓ ഗോഡ്, ഇന്നെന്റെ മാരേജാ. ബട്ട് സാർ, ഈ പ്രോജക്റ്റ് നഷ്ടമായ അത് കമ്പനിക്ക് വലിയൊരു ലോസ് ആയിരിക്കും. ഹോ ഷിറ്റ്. എന്ത് പറ്റി മോനെ? ആ ജോൺ അങ്കിൾ, ഈ മാരേജ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ? എന്താ പോസ്റ്റ്പോൺ ചെയ്യാനോ? അതിനെന്താ പറ്റിയേ? അങ്കിൾ, എനിക്ക് അർജന്റായിട്ട് കമ്പനിയിലോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് ഈ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തേ പറ്റൂ. മോൻ ഇത് എന്തൊക്കെയാ പറയണേ? കല്യാണം മാറ്റിവെക്കാനോ? ഇത്രയും ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എന്തു പറ്റി പപ്പ? വാട്ട്? പോസ്റ്റ്പോൺ ചെയ്യാനോ? എന്തിന്? ബ്രോ, എനിക്ക് 100 കോടിയുടെ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെന്റെ കരിയറിൽ തന്നെ വലിയൊരു പ്രോജക്റ്റാ. ഇന്ന് ഞാൻ കമ്പനിയിൽ പോയില്ലേ, ആ പ്രോജക്റ്റ് എനിക്ക് നഷ്ടമാകും. ബ്രോ ഒരു ബിസിനസ്മാൻ അല്ലേ, അപ്പൊ എന്റെ അവസ്ഥ മനസ്സിലാകും. എനിക്ക് മനസ്സിലായി ബ്രോ. ബട്ട് ഇപ്പോ ഇങ്ങനെയൊരു സിറ്റുവേഷനില് ബ്രോ ഒരു കാര്യം ചെയ്, കെട്ട് കഴിഞ്ഞിട്ട് വെക്കോ. ഇച്ചായ കൂടെ നിന്ന് ചതിക്കുന്നോ? നോ, അത് പറ്റില്ല. എനിക്കിപ്പൊ തന്നെ പോയേ പറ്റൂ. മോനെ, എന്റെ മോളുടെ ജീവിതം നാട്ടുകാരുടെ മുഖത്തൊക്കെ ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? അങ്കിൾ, ഈ സില്ലി കാര്യം പറഞ്ഞ് ഇമോഷണൽ ആകല്ലേ. ഒന്നില്ലേ ഈ കല്യാണം പോസ്റ്റ്പോൺ ചെയ്യുക, അല്ലേ ഇത് ക്യാൻസൽ ചെയ്യുക. എനിക്ക് ടെസയേക്കാൾ വലുത് എന്റെ കമ്പനിയാ. നിനക്കെന്റെ മോളെക്കാൾ വലുത് നിന്റെ കമ്പനിയാണെങ്കിൽ ഇറങ്ങി പോടാ ഇവിടുന്ന്. എന്റെ മോളെ ഇങ്ങനെ ഒരുത്തനാണല്ലോ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ നോക്കിയേ. വാവ്, കൊള്ളാം. കെട്ടിന് മുൻപ് തന്നെ നിങ്ങളുടെയൊക്കെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി. എനിക്കിനി നിങ്ങളുടെ മോളെ വേണ്ട. മാരേജ് ക്യാൻസൽ. ഞാനിനി എന്റെ മോളോട് എന്ത് പറയും? പപ്പ കരയല്ലേ പപ്പ. അങ്ങനെ ഒരുത്തൻ നമ്മുടെ ടെസയെ കെട്ടാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അന്ന മോള് പറഞ്ഞതാ ശരി. അവനെ പോലെ ഒരുത്തനല്ല നമ്മുടെ ടെസമോളെ കെട്ടേണ്ട. എന്റെ മോളുടെ ഭാവി ഇനി എന്താകും? നീ ഇങ്ങനെ കരയല്ലേ മറിയേ. കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഏട്ടാ, എന്ത് നോക്കിക്കൊണ്ട് നിക്കുക? പോയി പറയടാ. അങ്കിൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യം തന്നെ സോറി ചോദിക്കുക. ഞാനാ അന്ന് ടെസയോട് കല്യാണത്തിന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്? ഇങ്ങോട്ട് വാടാ. അപ്പ, ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. അന്ന് ടെസയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് വന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് എന്തിന്നില്ലാത്ത ദേഷ്യമായിരുന്നു. എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല. എനിക്ക് അവളോടുള്ള ഇഷ്ടമായിരുന്നു എന്റെ ദേഷ്യമായി പുറത്തു വന്നുകൊണ്ടിരുന്നേന്ന്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അങ്കിളെ, എനിക്ക് തന്നൂടെ അവളെ. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഞാൻ ഒരിക്കലും അവളെ വിഷമിപ്പിക്കില്ല. ഞാൻ കാരണം ഇനി അവൾ ഒരിക്കലും കരയാൻ ഇടവരില്ല. പ്ലീസ് അങ്കിൾ, എനിക്ക് തന്നൂടെ അവളെ. കർത്താവേ, പപ്പ സമ്മതിക്കണേ. എന്നാലും എന്റെ പോളച്ചോ, നിങ്ങൾ ഇത്ര വലിയൊരു സംഭവമായിരുന്നോ?